പറഞ്ഞേ? 45 രൂപയാ. പക്ഷേ ഞാനിവിടെ 35 രൂപയ്ക്ക് തരാം. 35 രൂപയോ? ഇതിനൊക്കെ ഇത്ര വിലയുണ്ടോ ചേച്ചി? ശുദ്ധമായ എണ്ണ ഈ പാചകം ചെയ്തതാ, അതുകൊണ്ടാ ഈ വില മേടിക്കുന്നേ. ചുമ്മാ കള്ളത്തരം പറഞ്ഞ് കച്ചവടം പിടിക്കല്ലേ ചേച്ചി? അയ്യോ, വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില കിടക്കുന്ന സമയത്ത് ശുദ്ധമായ എണ്ണയിൽ പൊരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാ ഞങ്ങൾ മണ്ടന്മാരാണോ ഇതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാൻ? ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ഇതിന്റെ പുറത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ. മാനുഫാക്ചറിംഗ് ഡേറ്റ് ഇല്ല, എക്സ്പയറി ഡേറ്റ് ഇല്ല, കമ്പനി പേര് പോലും ഇല്ല. എന്നിട്ട് ശുദ്ധമായ എണ്ണയിൽ പൊരിച്ചതാണെന്ന് അവകാശവാദം. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. മനുഷ്യനെ പറ്റിക്കുന്നതിന് ഓരോരോ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുക. ശുദ്ധമായ എണ്ണ പൊരിച്ചതാണെന്ന്. അയ്യോ, സത്യമാണ് ഞാൻ പറയുന്നത്. പോലീസ് വരട്ടെ. കമ്പനിയുടെ പേരില്ലാത്ത സാധനങ്ങൾ വിൽക്കാൻ ആരാ ഇവർക്ക് അധികാരം കൊടുത്തതെന്ന് അറിയണമല്ലോ. സണ്ണി, പോലീസിനെ വിളിക്കാം. അയ്യോ, ചതിക്കരുത്. ഇത് കുടുംബശ്രീ ഉൽപ്പന്നം പോലെ ഉണ്ടാക്കുന്നതാ. ഞാൻ എണ്ണയുടെ കാര്യം പറഞ്ഞത് സത്യമാണ്. എങ്കിൽ നിങ്ങൾ തെളിയിക്ക്. അയ്യോ, ഞാൻ വെറുതെ മനുഷ്യന് ക്യാൻസർ ഉണ്ടാക്കാനായി ഓരോന്നുണ്ടായിക്കൊണ്ട് ഇറങ്ങിക്കോളും. എന്നിട്ട് കേട്ടുകേൾവിയില്ലാത്ത വിലയും. ഇന്ന് നിർത്തണം ഇവരുടെ ഈ പണി. അയ്യോ, ഞാൻ പറഞ്ഞത് സത്യമാ. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാ. നല്ല എണ്ണയാ ഞങ്ങൾ ഉപയോഗിക്കുന്നതും. സത്യമാ. മാഡം, എന്താ അവിടെ ഒരു ബഹളം? ഒരു സ്ത്രീ മോശ സാധനങ്ങളുമായി ആളെ പറ്റിക്കാൻ വന്നിരിക്കുക. എല്ലാരും കൂടി കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ പോവാ. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഒന്നുകിൽ കളവ്, അല്ലെങ്കിൽ ആളെ പറ്റിക്കൽ. സത്യമോ? മാഡം, ഈ കള്ളിയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. മായം കലർന്ന എണ്ണയെ പൊരിച്ച സാധനങ്ങള് ശുദ്ധമായ എണ്ണയിൽ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ആളെ പറ്റിക്കുകയാണ് ഇവര്. എടി പപ്പി, ഞങ്ങൾ ഇപ്രാവശ്യം ടൂർ വന്ന എവിടെയാന്നറിയോ? എനിക്ക് കേക്കണ്ട. നിനക്ക് പോവാൻ പറ്റാത്തോണ്ടല്ലേ നീ കേക്കണ്ടെന്ന് പറയുന്നേ. എടാ ചെക്ക, ഞങ്ങൾ ടൂറൊക്കെ പോയതാ. നീ ഇവർക്ക് ഡയലോഗ് അടിക്കണ്ട കേട്ടോ. എന്നാ പറ, എവിടെയാ നിങ്ങൾ പോയത്? പൊന്മുടിയിലും പിന്നെ വാട്ടർ തീം പാർക്കിലും. എല്ലാ റൈഡിലും നമ്മൾ കേറി. ഹയ്യേ, പൊന്മുടിയോ? ഞാൻ പോകുന്ന മൈസൂരാ. മൈസൂർ എവിടെ കിടക്കുന്നു, പൊന്മുടി എവിടെ കിടക്കുന്നു? പൊന്മുടിയിലെ ആരെങ്കിലും പോവോ? എടാ ചെക്ക, നീ ഒന്ന് മര്യാദയ്ക്കുന്നുണ്ടോ? എന്റെ അച്ഛനോട് പറഞ്ഞാലേ മൈസൂർ അല്ല, എവിടെ വേണേലും കൊണ്ടുപോകും. പിന്നെ കൊറേ കൊണ്ടുപോവുകയും ചെയ്യും. ഒരച്ഛൻ വന്നിരിക്കുന്നു. ഇവളുടെ അച്ഛന്റെ കാര്യമൊക്കെ എനിക്കറിയാം. എപ്പോ നോക്കിയാലും കള്ളും കുടിച്ച് റോഡിൽ കിടക്കുന്ന ആളല്ലേ ഇവളുടെ അച്ഛൻ. എന്റെ പപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ. പോടെ അവിടെന്ന്. അയ്യേ വീണേ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം?
എന്താ രമേശേ, എന്താ പ്രശ്നം? ഇല്ല ടീച്ചറെ, കാലൊന്നും തെന്നിയതാ. ശരി ശരി, എല്ലാരും ഇരിക്കെ. എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 9th Aയിൽ പഠിച്ചിരുന്ന സുജിത്ത് എന്ന കുട്ടിയുടെ അപകട മരണം. ഒരു കൈത്താങ്ങാവാൻ നമ്മുടെ സ്കൂൾ ഒരു ഫുഡ് മേള സംഘടിപ്പിക്കുന്നു. നിങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ടുവരുന്ന പലഹാരങ്ങൾ നമ്മൾ ആ മേളയിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം. പങ്കെടുത്താൽ മാത്രം പോരാ, എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടുവരികയും ചെയ്യണം. ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടും ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് ഹോം മെയ്ഡ് ആയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ എല്ലാരും പങ്കെടുക്കില്ലേ? മാഡം. വെരി ഗുഡ്. നമ്മൾ എന്താ പപ്പി ഉണ്ടാക്കേണ്ടത്? എന്തായാലും ആ രമേശ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കണം. എടി പപ്പി,